തത്വചിന്തയുടെ സഞ്ചാരപഥങ്ങൾ മൂന്നാം ലക്കം തുടരുകയാണ്. ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് പ്രാചീന ഗ്രീക്ക് ചിന്തയിലെ ഒരു പ്രത്യേക വിഭാഗം ചിന്തകരുടെ, നമ്മൾ സാധാരണ ലാൻഡ്മാർക്ക് എന്നൊക്കെ പറയുന്ന മാതിരി വഴിയടയാളം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ വിച്ഛേദപരമായിട്ടുള്ള 3 ദാർശനികരെ, അവരുടെ ചിന്തകൾ ഉണ്ടായ പരിസരം, അത് രൂപപ്പെട്ട സാഹചര്യം, അതിലൂടെ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട്, അതിൻ്റെ സാധ്യതകൾ, പരിമിതികൾ, ഈ രീതിയിലാണ് ഇന്നത്തെ ഈ മൂന്നാമത്തെ അവതരണത്തിൽ ഉദ്ദേശിക്കുന്നത്. ഗ്രീക്ക് ചിന്ത എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ സോക്രട്ടീസ് മുതൽ ഇങ്ങോട്ടുള്ള ദാർശനികരെക്കുറിച്ചാണ് മുഖ്യമായി പറയാറുള്ളത്. സോക്രട്ടീസിന് മുമ്പ് ധാരാളം ദാർശനികർ പല രീതിയിലും ഗ്രീസിൽ ജീവിച്ചതിനും സഞ്ചരിച്ചതിനും സംസാരിച്ചതിനും പിൽക്കാലത്ത് ആലേഖനം ചെയ്യപ്പെട്ട തെളിവുകൾ ലഭ്യമാണ്. പക്ഷെ അങ്ങനെ ഉള്ള ദാർശനികരെ മുഴുവൻ അവതരിപ്പിക്കാൻ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ചരിത്രഘട്ടം എന്ന നിലയിൽ, തത്വചിന്തയിലെ ഒരു ചരിത്രഘട്ടം എന്ന നിലയിൽ മനുഷ്യൻ്റെ തന്നെ ചിന്തയുമായി ബന്ധപ്പെട്ട ആവിഷ്കാരങ്ങളിലെ, ആഖ്യാനങ്ങളിലെ വിച്ഛേദപരമായ സന്ദർഭങ്ങളെ ഊന്നൽ നൽകി അവതരിപ്പിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ചിന്താധാരയാണ് അയോണിയ കേന്ദ്രീകരിച്ച് രൂപപ്പെട്ടു വന്നിട്ടുള്ള, ഗ്രീക്കിലെ ക്രിസ്തുവിന് മുമ്പ് 6-ാം നൂറ്റാണ്ട് 7-ാം നൂറ്റാണ്ട് കാലങ്ങളിൽ രൂപപ്പെട്ടിട്ടുള്ള ചിന്തകൾ. അതിൽ തന്നെ വളരെ പ്രബലരായിട്ടുള്ള 3 പേരെയാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അതിൽ തെയിൽസിനെ കുറിച്ച് മിക്കവാറും പല രീതിയിൽ നമ്മൾ കേൾക്കുന്നതാണ്. തത്വചിന്തയൊന്നും പഠിക്കാത്ത ആളുകളും കേൾക്കുന്നതാണ്. കാരണം ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട്, ഉത്ഭവവുമായി ബന്ധപ്പെട്ട് തെയിൽസ് എന്താണ് മുന്നോട്ട് വെച്ചത് എന്നുള്ളത് കേൾക്കുന്നതാണ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ 1-2 ദശകങ്ങളുടെ വ്യത്യാസത്തിൽ അതേ ഭൂമിശാസ്ത്രപരമായ അതേ പ്രദേശത്ത് ജീവിച്ചിട്ടുള്ള അനക്സിമാണ്ടർ, അതുപോലെ തന്നെ അനക്സിമീൻസ്, ഇവരുടെ ഒക്കെ തത്വചിന്തയും ഏത് രീതിയിലാണ് വിച്ഛേദപരമായ പങ്ക് വഹിക്കുന്നത് എന്നുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇത് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു വിച്ഛേദപരമായ പങ്ക് ഇവരുടെ ചിന്തകൾ വഹിക്കുന്നത് എന്നതിനെക്കുറിച്ച് ആദ്യം ഞാൻ സംസാരിക്കാൻ കരുതുകയാണ്. കാരണം ഈ വിച്ഛേദമെന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയുക, അതുവരെ നിലനിന്ന, ആ കാലം വരെ നിലനിന്ന ചിന്തയിൽ നിന്ന് വിഭിന്നമായി, വ്യത്യസ്തമായി പുതിയ രീതിയിലുള്ള ഒരു തോട്ട് പ്രോസസ്സ്, ചിന്താ രീതി മുന്നോട്ട് വെക്കപ്പെടുമ്പോഴാണ്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ചിന്താ പദ്ധതികൾ എന്തായിരുന്നു, അല്ലെങ്കിൽ പൊതു ധാരണയായി, സാമൂഹിക ബോധമായി, സാമാന്യ ബോധമായി നിലനിന്നിട്ടുള്ള ചിന്താ പദ്ധതികൾ എന്തായിരുന്നു എന്നുള്ളത് കൂടി നമ്മളിവിടെ പരിശോധിക്കേണ്ടതുണ്ട്. അവിടെ പ്രത്യേകിച്ച്, അവിടെയല്ല, ലോകവ്യാപകമായി തന്നെ പ്രാചീന കാലങ്ങളിൽ നിലനിന്നത് പോലെ തന്നെ അവിടെയും പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള വിധിവാദപരമായിട്ടുള്ള, അല്ലെങ്കിൽ അന്ധവിശ്വാസ കേന്ദ്രിതമായിട്ടുള്ള ചിന്തകൾക്കായിരുന്നു പ്രാമുഖ്യം ഉണ്ടായത്. അപ്പോൾ അവിടെ വളരെ പ്രധാനപ്പെട്ട ഈ ഒളിമ്പ്യൻ ഗോഡ്സ് എന്ന് പറയും. അതായത് ഒളിമ്പ്യൻ എന്നുള്ളത് ഒളിമ്പസ് എന്നുള്ള മലയുമായി ബന്ധപ്പെട്ടൊരു പേരാണ്. അപ്പോൾ ആ മല, നമ്മുടെ ഹിമാലയം എന്ന് പറയുന്നത് പോലെ തന്നെ, ഹിമാലയം എന്നതുപോലെയല്ല, ഹിമാലയം വളരെ വിശാലമായി 4-5 രാജ്യങ്ങളിലേക്ക് പടർന്നു കിടക്കുന്ന, വിസ്തീർണം കൊണ്ടായാലും അതിൻ്റെ ഉയരം കൊണ്ടായാലും
ഈ ഒളിമ്പസുമായി സാദൃശ്യമില്ല. കാരണം അതിനേക്കാൾ വളരെ വലിയ വിസ്താരവും ഉയരവുമുള്ള അതാണ് ഹിമാലയം എന്നുള്ളത്. പക്ഷേ എങ്കിൽ പോലും ഈ ഒളിമ്പസ് എന്നുള്ളതും വലിയ ഒരു മല പ്രദേശമായിരുന്നു. അവിടെ ഈ വലിയ ഉയരങ്ങളിലാണ് ദൈവങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് പൊതുവെ അറിഞ്ഞും അറിയാതെയും മനുഷ്യൻ എക്കാലത്തും കരുതി വരുന്നൊരു യാഥാർത്ഥ്യമാണല്ലോ. നമുക്കറിയാലോ, മുകളിലോട്ട് നോക്കി, മുകളിലോട്ട് കൈ ഉയർത്തി, മുകളിലോട്ട് കണ്ണുയർത്തി ഒക്കെ ആളുകൾ സാധാരണ പ്രാർത്ഥിക്കുന്നത്. മിക്കവാറും ഏത് വിഭാഗങ്ങളിലായാലും നമുക്ക് അങ്ങനെ ആകാശ ലോകങ്ങൾ എന്നുള്ള രീതിയിലുള്ള ഒരു സങ്കല്പം നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെയായിരിക്കണം ഈ ഒളിമ്പസ് എന്നുള്ള ഈ വലിയ മലയെ കേന്ദ്രീകരിച്ച് അവിടെ ജീവിക്കുന്ന, അവിടെ നിലനിൽക്കുന്ന ശക്തികൾ എന്നുള്ളത്. അപ്പോൾ ഈ ശക്തികളെയൊക്കെ ആ കാലത്ത്, പ്രത്യേകിച്ച് എല്ലാ സംസ്കാരം രൂപപ്പെട്ട പ്രദേശങ്ങളിലും യഥാർത്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അദൃശ്യ ശക്തികളെ അവർ സങ്കല്പിച്ചിട്ടുള്ളത്, ആ കാലത്ത് മനുഷ്യർ സങ്കല്പിച്ചിട്ടുള്ളത് മനുഷ്യൻ്റെ തന്നെ പ്രതിരൂപമായിട്ടാണ്. അതായത് നമ്മളുടെ തന്നെ കുറച്ചുകൂടി ആംപ്ലിഫൈ ചെയ്തിട്ടുള്ള, കുറച്ചുകൂടി പെരുപ്പിച്ചിട്ടുള്ള ഒരു രൂപമായിട്ടാണ് ഈ സൂപ്പർ നേച്ചുറലായിട്ടുള്ള അല്ലെങ്കിൽ അദൃശ്യമായിട്ടുള്ള ശക്തികളെ ആ കാലങ്ങളിൽ സങ്കല്പിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ അത്തരം ദൈവങ്ങൾ എന്ന് പറയുമ്പോൾ അവരാണ് എല്ലാറ്റിനും ഉത്തരവാദി. എല്ലാറ്റിനും ഉത്തരവാദിയാവുന്ന ദൈവങ്ങളാവുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഈ സാധാരണ മനുഷ്യരിൽ നിന്ന് വിഭിന്നമായി കുറേ കൂടി ശക്തി ഉണ്ടാവണം. അപ്പോൾ അവരുടെ കരങ്ങൾക്ക് കൂടുതൽ ബലം ഉണ്ടാവണം, അവരുടെ കണ്ണുകൾക്ക് കൂടുതൽ കാഴ്ച ഉണ്ടാവണം, അവരുടെ നാവിന് കൂടുതൽ പിന്നെ റീച്ച് അല്ലെങ്കിൽ അവരുടെ സംസാരത്തിന് കൂടുതൽ വിന്യസിക്കാനുള്ള ശേഷി ഉണ്ടാവണം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആന്ത്രോപ്പോമോർഫിക് എന്നാണ് സാധാരണ ഇംഗ്ലീഷിൽ പറയുക. അത് മനുഷ്യകേന്ദ്രിതം ആയതാണ്. മനുഷ്യകേന്ദ്രിതം എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരിൽ മാത്രം കേന്ദ്രീകരിച്ച് ചിന്തിക്കുന്ന എന്ന അർത്ഥമില്ല. മറിച്ച് മനുഷ്യൻ്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് ദൈവങ്ങൾ അവിടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഇന്ത്യയുടെയൊക്കെ തന്നെ പഴയകാല ചരിത്രവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 33 ദൈവങ്ങൾ എന്ന് പറയുന്നത് പോലെ തന്നെ കുറേയധികം ദൈവങ്ങൾ. അപ്പോൾ ഓരോ ദൈവത്തിനും ഓരോ പോർട്ട്ഫോളിയോ ഉണ്ടാവും. അവർ പ്രത്യേകം പ്രത്യേകം കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും. 33 എന്ന് നമ്മൾ പറയുന്നത് 33 ദൈവങ്ങൾ ഉള്ളത് കൊണ്ട് ആണ് എന്നും അല്ല, അത് വൈദിക ഗ്രന്ഥങ്ങളിലെ തെറ്റായ പാരായണം കൊണ്ടാണ് എന്നും ഉള്ള ഒരു ആർഗ്യുമെൻ്റ് നിലനിൽക്കുന്നത്. നമുക്കറിയാലോ, ഈ ബൃഹദാരണ്യക ഉപനിഷത്തിലൊക്കെ പറയുന്നത് 33 തരം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഈ 33 തരങ്ങൾ വസുക്കളായാലും ആദിത്യന്മാരായാലും അങ്ങനെ ഓരോ തരം ദൈവങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ഈ വിവിധ തരത്തിലുള്ള ദൈവങ്ങൾ എന്നുള്ള എങ്ങനെയായാലും നമുക്കൊരു യാഥാർത്ഥ്യം അറിയാം. നമുക്കൊരുപാട് പഴയ കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള ദൈവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ ദൈവങ്ങളിൽ നിന്ന് ആണ് ഓരോ കാര്യത്തെയും അവർ സങ്കല്പിച്ചത് അല്ലെങ്കിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ആവിർഭാവത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു കാലത്തിൽ നിന്ന് തെയിൽസ് എങ്ങനെ പുതിയ ഒരു കാലത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ ഗ്രീസിലാണ് ഇത്രയധികം ദൈവങ്ങളും ഇത്രയധികം വിശ്വാസങ്ങളും. ആ ദൈവങ്ങളുടെ പല രീതിയിലുള്ള പെരുമാറ്റങ്ങൾ, ലൈംഗികമായിട്ടുള്ള, പ്രത്യുൽപാദനപരമായിട്ടുള്ള, അങ്ങനെ പല രീതിയിലുള്ള വർണ്ണനകൾ പല കൃതികളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രാചീന ഗ്രീസിലെ പല കൃതികളിൽ സാഹിത്യവും സാഹിത്യേതരവുമായിട്ടുള്ള കൃതികളിലൂടെ കടന്നു പോകുമ്പോൾ, നാടകം ഉൾപ്പെടെയുള്ള കൃതികളിലൂടെ കടന്നു പോകുമ്പോൾ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ സമാനമായിട്ടുള്ള ശില്പങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും കാണാൻ പറ്റും. പക്ഷേ നമുക്കൊരു കാര്യം അറിയാം, അവിടെയൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ആളുകൾ ഉപേക്ഷിച്ച് ആ സങ്കല്പമൊക്കെ ആ കാലത്തിൻ്റെ ഒരു പരിമിതിയായി, എന്നാൽ ചരിത്രപരമായ അതിൻ്റെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അത് അർഹിക്കുന്ന രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നതിലേക്ക് അവർ മാറി എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു മാറ്റമൊന്നും ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യം. കാരണം നമ്മളിപ്പോഴും ഒരു ആധുനികമായി എന്ന് പറയുന്നത് ബാഹ്യമായി മാത്രമാണ്. മാനസികമായി നമ്മൾ ആധുനികമാവാതെ ഇപ്പോഴും ഈ പറയുന്ന വളരെ ട്രഡീഷണലായിട്ട് ആ കാലങ്ങളിൽ ഉണ്ടാക്കിയുള്ള ആന്ത്രോപ്പോമോർഫിക് ആയിട്ടുള്ള മനുഷ്യരൂപത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള
ഇത്തരത്തിലുള്ള സങ്കല്പങ്ങൾക്ക് പിന്നാലെ പോകുന്ന ബുദ്ധിജീവികളെ പോലും നമുക്ക് കാണാൻ പറ്റും. ബുദ്ധിജീവികളെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, പുരോഗമനപരമായി ഈ അതിനൊക്കെ ഈ വ്യാഖ്യാനം നൽകി കൂടുതൽ കൂടുതൽ പെരുപ്പിച്ച് അതിനെ നിലനിർത്താനും പിന്തുണക്കാനും ഒക്കെ ശ്രമിക്കുന്ന ആളുകളെ പോലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിൽ നിന്നുള്ള വിച്ഛേദമാണ് വാസ്തവത്തിൽ തെയിൽസിലൂടെ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ടാണ് തെയിൽസിൽ തുടങ്ങുന്നത്. തെയിൽസിന് മുമ്പ് ചിന്ത ഉണ്ടാവാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അതിനു മുമ്പ് ആരും അതുപോലുള്ള ഭാഷണങ്ങൾ അവതരിപ്പിക്കാത്തതോ കൊണ്ടല്ല, മറിച്ച് തെയിൽസ് ഒരു വിച്ഛേദപരമായ പങ്ക് തത്വചിന്തയുടെ മണ്ഡലത്തിലും ശാസ്ത്രചിന്തയുടെ മണ്ഡലത്തിലും ഉണ്ടാക്കി എന്നതുകൊണ്ടാണ്. അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 6-ാം നൂറ്റാണ്ട് കാലം എന്ന് പറയുമ്പോൾ ഏതാണ്ട് 2600 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ആ ഒരു കാലത്ത് തെയിൽസ് സാധാരണ പറയുന്നത്, നമ്മൾ ന്യൂട്ടനെ കുറിച്ചൊക്കെ പറയുമ്പം ആപ്പിൾ തലയിൽ വീണു എന്നുള്ളൊരു കഥയാണല്ലോ പറയുക. യഥാർത്ഥത്തിൽ ഒരു ആപ്പിൾ തലയിൽ വീഴേണ്ട ആവശ്യം ഉണ്ടോ എന്നുള്ളത് വേറൊരു കാര്യം. അത് പല കാര്യങ്ങൾക്കുള്ളൊരു പ്രത്യേകത, പഴയ കാലത്തുള്ള കാര്യങ്ങൾ മുഴുവൻ അതേപടി ആലേഖനം ചെയ്യപ്പെടുകയോ അതേ രീതി പിന്നീട് വായിക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതിന് പലപ്പോഴും ഹേഗിയോഗ്രാഫിക് എന്ന് പറയുന്നത് ഈ പുണ്യസങ്കല്പങ്ങൾ അറിയാതെ കടന്നു വരുന്നതാണ് മനുഷ്യൻ്റെ ചിന്തയിൽ. ഈ പുണ്യാത്മാവ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ എന്തെങ്കിലും വലിയ രീതിയിലുള്ള വിച്ഛേദപരമായ ചിന്തയോ കണ്ടുപിടുത്തോ ആവിഷ്കാരമോ ഒക്കെ നടത്തിയ ആളുകളുടെ ചരിത്രത്തെയും ഈ രീതിയിൽ ആവിഷ്കരിച്ച് അവരെ വേറെ ഒരു രീതിയിലേക്ക് പരിവർത്തിപ്പിച്ച്, നമ്മളിപ്പം കബീറിനെ കുറിച്ച് പറയുമ്പം കബീർ എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്, കബീറിൻ്റെ ദോഹ ഒരു യാഥാർത്ഥ്യമാണ്, കബീറിൻ്റെ ദോഹയിലൂടെ പ്രക്ഷേപിക്കപ്പെട്ട മതനിരപേക്ഷ ചിന്തകൾ ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ കബീറിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ശരീരം പൂക്കളായിപ്പോയി എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ പോലെ ഹേഗിയോഗ്രാഫിക്കായിട്ടുള്ള അല്ലെങ്കിൽ ഈ പുണ്യ ആത്മസങ്കല്പങ്ങളിലൂടെ പിൽക്കാലത്ത് ഉയർന്നു വരുന്ന വിശ്വാസങ്ങളാണ്. അതിന് ഒരു കഥ എന്ന രീതിയിൽ ചില ദൗത്യമൊക്കെ ചിലപ്പോൾ നിർവഹിക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ ശരിയായൊരു വായന അത്തരം കാര്യങ്ങളുടേത് വികസിപ്പിച്ചില്ലെങ്കിൽ നമ്മളിപ്പോഴും മിത്തുകളുടെ ഒരു ലോകത്തിലേക്ക് സങ്കോചിച്ചു പോകും. അതുകൊണ്ടാണ് ബെർട്രൻഡ് റസ്സൽ അദ്ദേഹത്തിൻ്റെ തത്വചിന്തയുടെ ചരിത്രം എന്നുള്ള പുസ്തകത്തിൽ തെയിൽസിനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം പറയുന്നത്, അദ്ദേഹം ഇത്തോളജിയുടെ ലോകത്തിൽ നിന്നും ശാസ്ത്രീയമായിട്ടുള്ള പ്രകൃതിശാസ്ത്രപരമായ ചിന്തയുടെ ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ തത്വചിന്താപരമായ അനുമാനങ്ങളിലൂടെ നടത്തിയത് എന്നുള്ളത്. അപ്പം ആ ബ്രേക്ക് എന്നുള്ളത് യഥാർത്ഥത്തിൽ പഴയ കാലത്തുള്ള സൂപ്പർ നേച്ചറലായിട്ടുള്ള ആന്ത്രോപ്പോമോർഫിക് ആയിട്ടുള്ള സങ്കല്പനങ്ങളിൽ നിന്ന് വിഭിന്നമായി ലോകത്തെ ആവിഷ്കരിക്കാനുള്ള അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഉത്ഭവത്തെയും നിലനിൽപ്പിനെയും അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. അപ്പോൾ ഞാൻ ന്യൂട്ടനെക്കുറിച്ച് പറഞ്ഞത് അതുപോലൊരു സമാനമായൊരു കഥ അവിടെ വിശാലമായി ഒഴുകുന്ന നദിയുടെ കരയിൽ തെയിൽസ് ഇരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഇങ്ങനെ ചിന്താമഗ്നനാവുകയും എങ്ങനെയാണ് ഈ ഭൂലോകം ഉണ്ടായത്, എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്, ഈ പ്രപഞ്ചം വാസ്തവത്തിൽ നിലനിൽക്കുന്നത് ദൈവങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു ദൈവം അല്ലെങ്കിൽ ദൈവികമായ ശക്തിയിൽ നിന്നാവാൻ ഒരു സാധ്യതയുമില്ല, മറിച്ച് ഇതിനൊരു ഉത്ഭവം എന്നുള്ളത് ഭൗതികമായി ദ്രവ്യപരമായി ഒരു കാരണം ഉണ്ടാവണമല്ലോ എന്നയാൾ ആലോചിക്കുകയും, അപ്പോൾ അങ്ങനെ ഈ വിശാലമായ പുഴയിലേക്ക് നോക്കുമ്പോൾ അതിൽ നിറയെ സാധനങ്ങൾ ചരക്കുകളൊക്കെയായി വരുന്ന വലിയൊരു ബോട്ട് അദ്ദേഹം കാണാനിട ആവുകയും അത് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ ഈ ബോട്ട് എങ്ങനെയാണോ ഈ വെള്ളത്തിൽ ഇത്രയും ഭാരം ഉണ്ടായിട്ടും ഇതിൽ നിലനിൽക്കുന്നത് എന്ന ഒരു ചിന്ത അയാൾ ഉദയം കൊണ്ടു എന്നാണ് ഈ പറയുന്ന രീതിയിലുള്ള ഒരുപക്ഷെ ഭാഗികമായ ഹൈഗിയോഗ്രാഫിക് ആയിരിക്കും. പക്ഷേ ഭാഗികമായി ഹൈഗിയോഗ്രാഫിക് ആണെങ്കിലും ചില നിമിത്തങ്ങൾ ചിലരുടെ ചിന്തകളിൽ ഉണ്ടാവാം. പക്ഷെ പൂർണ്ണമായി അതിനെ അവലംബിക്കേണ്ടയില്ല. കാരണം തെയിൽസിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ തെയിൽസ് ആ കാലത്ത് എഴുതപ്പെട്ട ഒരേ ഒരു കൃതി എന്നുള്ളത് ഈ നോട്ടിക്കൽ സ്പേസുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിക്കൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് അളക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചിന്തയും ആയിരുന്നു എന്നുള്ളതാണ്. അതപ്പോൾ അതിനൊരു കൃത്യത വേണം, മാത്തമാറ്റിക്കലായിട്ടുള്ള ഗണിതശാസ്ത്രപരമായ കൃത്യത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വെക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അദ്ദേഹം
ഈ എങ്ങനെ നമ്മൾ സഞ്ചരിക്കണം, എങ്ങനെ യാത്ര ചെയ്യണം, യാത്ര ചെയ്യുമ്പോൾ മറ്റ് പ്രദേശങ്ങൾ എങ്ങനെ കണ്ടെത്തണം, അത് കണ്ടെത്താനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടേയിരുന്നൊരു മനുഷ്യനായിരുന്നു, ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് രേഖപ്പെട്ട തന്നെ ചരിത്രമുണ്ട്. മാത്രമല്ല അതിനേക്കാൾ ഉപരി അദ്ദേഹം പിന്നെ എക്ലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയല്ലോ സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം എന്നുള്ളത്. അപ്പോൾ ഈ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഒക്കെ ഉണ്ടാവുന്നത് സംബന്ധിച്ചുള്ള നിരീക്ഷണങ്ങളും മുന്നോട്ട് വച്ചിരുന്നു. മാത്രമല്ല അദ്ദേഹം മുന്നോട്ട് വെച്ച നിരീക്ഷണം ഒരു പ്രവചനമായി മാറുകയും ആ പ്രവചിച്ചതുപോലെ ഏതാണ്ട് ഒരു ഗ്രഹണം അവിടെ സംഭവിക്കുകയും ചെയ്തു എന്നും ചരിത്രപരമായി തെയിൽസിൻ്റെയും പ്രാചീന ഗ്രീസിൻ്റെയും ചിന്തകൾ എഴുതി വെച്ച കൃതികളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ തെയിൽസ് ഒരു നദിക്കരയിലിരുന്ന് വെറുതെ ഈ തോണിയോ ബോട്ടോ അല്ലെങ്കിൽ കപ്പലോ കണ്ടതുകൊണ്ട് മാത്രം ഉണ്ടായതല്ല. അങ്ങനെ ഒരു നിമിത്തവും ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിന് ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം വെള്ളത്തിൽ നിന്നാണ് എന്ന, വെള്ളമാണ് ആദിയിൽ ഉണ്ടായിരുന്നത് എന്നൊരു സങ്കല്പം, അത് ഇന്നിപ്പോൾ ശാസ്ത്രീയമായി അതിന് യാതൊരു സാധുതയുമില്ല എന്ന് നമുക്കറിയാം. പക്ഷേ പിന്നെ അവിടെ അതിൻ്റെ പ്രസക്തി എന്താണ്? അതിൻ്റെ പ്രസക്തി എന്നുള്ളത് ഇപ്പം സിഡ്നി ഫിംഗൽസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു മാർക്സിസ്റ്റ് സൗന്ദര്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന എഴുത്തുകാരൻ മുമ്പ് ഒരു ഘട്ടത്തിൽ എഴുതിയിരുന്നു. ഈ ഫോക്ലോറിനെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ അദ്ദേഹം എഴുതിയത്, ഈ ഫോക്ലോറിലുള്ള പല കാര്യങ്ങളും ശാസ്ത്രീയ ചിന്തയുടെ ഉത്ഭവമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടക്കമാണെന്നാണ്. കാരണം ഇപ്പോൾ രോഗം എങ്ങനെയോ വരുന്നതാണ് എന്ന് കരുതി വിധിക്ക് വിധേയമായി ജീവിച്ച മനുഷ്യരോട് അല്ല, ഇതിനൊരു കാരണമുണ്ട്. ഇപ്പോൾ വസൂരിമാല തെയ്യം നമ്മുടെ നാട്ടിലൊക്കെ ഒരു കാലത്ത് ഉണ്ടായതാണ്. വസൂരിയുടെ ഈ വൈറസിനെയൊക്കെ കണ്ടെത്തുന്നതിന് മുമ്പ്, കൃത്യമായി മൈക്രോസ്കോപ്പൊക്കെ രൂപപ്പെടുന്നതിന് മുമ്പ് വസൂരിക്കൊരു കാരണമുണ്ട് എന്ന് തന്നെ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ വിധിയാന്ന് വിചാരിച്ച് വെറുതെ കിടക്കുന്നതിൽ നിന്ന് വസൂരിമാല തെയ്യം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഒരു ചരിത്രത്തിൻ്റെ ഒരു കാൽവെപ്പാണ്, ഒരു സന്ദർഭമാണ്. അതുപോലെ വെള്ളമാണ് ആദിയിൽ ഉണ്ടായിരുന്നത്. ആ വെള്ളത്തിൽ നിന്നാണ് ഈ ലോകം ഉണ്ടായത്, അല്ലെങ്കിൽ ലോകം തന്നെ സർവത്ര ആദിയിൽ വെള്ളമായിരുന്നു എന്ന ഒരു സങ്കല്പത്തിലേക്ക് വരുമ്പോൾ, വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നിപ്പോൾ അറിയാം, അതിൻ്റെ ശാസ്ത്രീയ നാമം അറിയാം, H2O ആണെന്നറിയാം. പക്ഷേ H2O ആണ് എന്നുള്ളത് കൊണ്ട് വെള്ളത്തിൽ ഹൈഡ്രജൻ ഓക്സിജൻ ഉള്ളതുകൊണ്ട് അത് രണ്ടും രണ്ട് വ്യത്യസ്തമായ പദാർത്ഥങ്ങളാണ്. ഹൈഡ്രജൻ കമ്പസ്റ്റിബിൾ ഗ്യാസാണ്, അല്ലെങ്കിൽ കത്തുന്നതാണ്. ഓക്സിജൻ അങ്ങനെ നമ്മൾ അന്തരീക്ഷത്തിലേക്ക് തുറന്നു വിട്ടാൽ കത്തില്ല. അതേസമയത്ത് കത്തണമെങ്കിൽ ഓക്സിജൻ്റെ സാന്നിധ്യം വേണം. പക്ഷേ ഇത് രണ്ടും ചേരുമ്പം അതിൻ്റെ സംഘാതത്തിലൂടെ പുതിയൊരു പദാർത്ഥം രൂപപ്പെടുന്നു എന്നൊക്കെ ഇന്നിപ്പോൾ ശാസ്ത്രീയമായി നമുക്കറിയാം. അപ്പോൾ വെള്ളത്തിന് ജീവനുമായി വലിയ പങ്കുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ വെള്ളം എന്നുള്ള ദ്രവ്യം എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ഈ ഇത്തരത്തിലുള്ള അന്വേഷണത്തെ ആദ്യമായി മാറ്റുന്നു എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ ഈ രീതിയിൽ ചിന്തിച്ച, പ്രപഞ്ചശാസ്ത്രപരമായി കോസ്മോളജിയിൽ ഈ രീതിയിലുള്ള ഒരു കാൽവെപ്പ് നടത്തിയ ആദ്യത്തെ ചിന്തകൻ എന്ന ഒരു പ്രാധാന്യം തെയിൽസിനുണ്ട് എന്നാണ് ബെർട്രൻഡ് റസ്സലിനെ പോലുള്ള ലോകത്തിലെ വളരെ പ്രശസ്തരായ ദാർശനികരുടെ ചരിത്രഗ്രന്ഥത്തിൽ ഉൾപ്പെടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തെയിൽസിനെ സംബന്ധിച്ചിടത്തോളം ഇത് കാര്യകാരണ ബന്ധത്തിലേക്കുള്ള ഒരു സൂചന നൽകുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രാധാന്യം. കാരണം കോസേഷൻ അല്ലെങ്കിൽ കാര്യകാരണ ബന്ധം, ഇപ്പം ഇന്ത്യയിൽ ഇപ്പം നമ്മൾ ദാർശനികരെക്കുറിച്ച് പറയുമ്പോൾ ബുദ്ധനെക്കുറിച്ച് പറയുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണല്ലോ. പ്രതീത്യ സമുൽപാദ എന്നുള്ള സൈദ്ധാന്തിക പരികൽപ്പന മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ്. കാരണം ഈ കഷ്ടപ്പാടും ദുരിതവും ഒക്കെ വെറുതെ ഉണ്ടാവുന്നതാണ്, വിധിയാണ് എന്ന് വിചാരിക്കുന്ന മനുഷ്യരോട് അങ്ങനെയല്ല, ഇതിനൊക്കെ ഒരു കാരണമുണ്ട്, കാരണമില്ലാതെ കാര്യം ഉണ്ടാവില്ല എന്ന ഒരു സിദ്ധാന്തം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഈ സന്ദർഭത്തിൽ ഞാൻ പോകുന്നില്ല. പക്ഷെ കാര്യകാരണ ബന്ധം എന്നുള്ളതിലേക്ക് നമ്മളുടെ അന്വേഷണം, അല്ലെങ്കിൽ പ്രാചീന കാലത്തുള്ള മനുഷ്യൻ്റെ അന്വേഷണം വികസിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്, തെയിൽസ് എന്നുള്ളത് ഒരു ലാൻഡ്മാർക്ക് എന്ന രീതിയിൽ ഞാനിവിടെ സ്വീകരിക്കുന്നത് കോസ്മോളജിക്കലായിട്ടുള്ള പ്രകൃതിശാസ്ത്രപരമായ ചിന്തയിലുള്ള കാര്യകാരണ ബന്ധത്തെ അടിസ്ഥാനമാക്കി പ്രപഞ്ച രൂപീകരണത്തെ, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ആവിർഭാവത്തെയും നിലനിൽപ്പിനെയൊക്കെ വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആദ്യത്തെ
ദാർശനികൻ എന്ന നിലയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം യഥാർത്ഥത്തിൽ നമ്മൾ ഇന്നിപ്പോൾ പഠിക്കുമ്പോൾ ചരിത്രത്തിൽ അരിസ്റ്റോട്ടിലൊക്കെ തേൽസിനെ കുറിച്ച് ധാരാളമായിട്ട് അദ്ദേഹത്തിൻ്റെ കൃതികളിലൊക്കെ പിന്നീട് പ്രതിപാദിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് അരിസ്റ്റോട്ടിലുമായി ബന്ധപ്പെട്ട് ഉള്ള സന്ദർഭത്തിൽ പറയാം. അതുപോലെ തന്നെ ഗ്രീക്ക് ചിന്തയിൽ പിന്നീട് ഒരുപാട് ദാർശനികർ വന്നിട്ടുണ്ട്. ഇപ്പോൾ എറോഡോട്ടസ് എന്നുള്ളത് ദാർശനികൻ എന്ന അർത്ഥത്തിലല്ല, ചരിത്രകാരൻ എന്ന രീതിയിലാണ് കാണുന്നത്. പക്ഷേ എറോഡോട്ടസ് തേൽസിനെ കുറിച്ച് കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എറോഡോട്ടസ് രേഖപ്പെടുത്തിയതിലാണ് വളരെ പ്രധാനമായിട്ട് അദ്ദേഹം ഈ എക്ലിപ്സിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ ഗ്രഹണത്തെക്കുറിച്ചുള്ള ചന്ദ്രഗ്രഹണത്തെയും സൂര്യഗ്രഹണത്തെയും സംബന്ധിക്കുന്ന നിഗമനം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ ഈ അയോണിക് ദാർശനികർ എന്ന് പറയുന്ന അയോണിയ എന്ന് പറയുന്ന പ്രദേശത്തുള്ള BC 6-ാം നൂറ്റാണ്ട് അതുപോലെ 5-ാം നൂറ്റാണ്ട് വരെ കടക്കുന്ന 3 പ്രധാനപ്പെട്ട ദാർശനികരുടെയും വളരെ പ്രധാനപ്പെട്ട സംഭാവന എന്നുള്ളത് ഈ പറയുന്ന കോസേഷനുമായി ബന്ധപ്പെട്ട കാര്യകാരണ ബന്ധവുമായി ബന്ധപ്പെട്ട ഭൗതികമായിട്ടുള്ള ദ്രവ്യ കേന്ദ്രിതമായിട്ടുള്ള വിശദീകരണം നടത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ദ്രവ്യ കേന്ദ്രീകരണം എന്നുള്ളത് ഇപ്പോൾ മുമ്പ് തന്നെ നമുക്കറിയാം ജ്യോതിശാസ്ത്രം എന്നുള്ളതിന് പകരം ജ്യോതിഷമായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ജ്യോതിശാസ്ത്രം എന്നുള്ളത് വികസിച്ച് വരുന്നതിന് മുമ്പ് ജ്യോതിഷം എന്നുള്ളത് മിക്കവാറും അന്ധവിശ്വാസമാണ്. ഇപ്പം നക്ഷത്രങ്ങളെ രൂപം കണ്ടിട്ടോ അല്ലെങ്കിൽ അതുപോലുള്ള സമയം കണ്ടിട്ടോ ഒക്കെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ജ്യോതിഷവും ജ്യോതിശാസ്ത്രവും വേർതിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം ഞാൻ വായിച്ചിട്ടുള്ളത് പ്രൊഫസർ പാപ്പുട്ടി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു കാലത്തെ വളരെ നേതൃത്വപരമായ പങ്ക് വഹിച്ചിട്ടുള്ള പപ്പുട്ടി മാഷ്ട പുസ്തകമാണ്. അപ്പോൾ അതിലൊക്കെ എങ്ങനെ എവിടെ വെച്ചാണ് ജ്യോതിഷവും ജ്യോതിശാസ്ത്രവും വേർതിരിയുന്നത് എന്ന് വിശദീകരിക്കുന്നു. അപ്പോൾ ഈ തേൽസിൻ്റെയും അതുപോലെ തന്നെ അനക്സിമാൻഡറുടെയും അതുപോലെ അനക്സിമീൻസിൻ്റെയും ഒക്കെ ചിന്തക്ക് മുമ്പ് യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒരുതരം അന്ധവിശ്വാസപരമായി യാദൃച്ഛികതകളെയൊക്കെ പലപ്പോഴും പൂർണ്ണമായും അന്ധവിശ്വാസപരമായി അവലംബിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ അത് അല്ല, ഇതിന് മെറ്റീരിയലായിട്ടുള്ള മേറ്റർ അല്ലെങ്കിൽ ദ്രവ്യം എന്ന രീതിയിൽ നമുക്ക് കാണാൻ കഴിയേണ്ടതുണ്ട്, അതിനെ വിശദീകരിക്കാൻ കഴിയേണ്ടതുണ്ട് എന്ന ഒരു സമീപനം ഇവരിലൂടെ വികസിച്ചു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യ ചരിത്രകാരൻ അല്ലെങ്കിൽ ഗ്രീസിലെ ആദ്യ ചരിത്രകാരൻ എന്ന് പറയാവുന്ന ആദ്യ എന്ന് പറയുന്ന വലിയ തെറ്റില്ല. കാരണം നമുക്കിപ്പോഴും നമ്മളിപ്പോൾ മലയാള ഭാഷയുടെ പഴക്കത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ കാലഗണന നിർണ്ണയിക്കുന്നതിന് വേണ്ടി ഒക്കെ ഒരുപാട് പ്രയാസപ്പെട്ടത് കേരളത്തിൽ തന്നെ കണ്ടതാണ്. കാരണം കൃത്യമായി ഇത്തരം കാര്യങ്ങൾ രേഖപ്പെടാത്തത് കൊണ്ടും ആ രീതിയിലുള്ള ചരിത്ര രചനകൾ മുൻകാലങ്ങളിലായാലും ഇപ്പോഴായാലും ഇപ്പം നമുക്ക് അറിയാം, ഇപ്പോൾ 1000 കൊല്ലങ്ങൾക്ക് മുമ്പോ അല്ലെ 500 കൊല്ലങ്ങൾക്ക് മുമ്പോ ഉള്ള ആളുകളെ കുറിച്ചൊക്കെയുള്ള അന്ധവിശ്വാസപരമായ ഒട്ടനവധി കഥകൾ ഒരുപക്ഷെ സമൂഹത്തിൽ പ്രചരിക്കുന്നുണ്ടാവുമെന്നല്ലാതെ യാഥാർത്ഥ്യബോധത്തോടുകൂടി രേഖപ്പെട്ടിട്ടുള്ള ചരിത്രങ്ങൾ പലപ്പോഴും കുറവാണ്. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോഴും ഈ പരശുരാമൻ മഴുവെറിഞ്ഞാണ് കേരളം ഉണ്ടായി എന്ന് വിശ്വസിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആധുനികം എന്ന് കരുതുന്നത് പോലുള്ള ചിന്തയുമൊക്കെ രൂപപ്പെടുത്തുന്നു. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ കേരള ചരിത്രത്തെക്കുറിച്ച് തന്നെ പറയുമ്പോൾ അതിൽ ആധുനികമെന്ന് കരുതുന്ന ചരിത്രധാരകൾ പോലും യഥാർത്ഥത്തിൽ ഈ പറയുന്ന അന്ധവിശ്വാസത്തെ ഉച്ചാടനം ചെയ്യാതെ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള വെറും സാങ്കല്പികമായിട്ടുള്ള മിത്തോളജിക്കലായിട്ടുള്ള കഥകളെ ഒഴിവാക്കി യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ കഴിയാതെ പോയി എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ആദ്യ ചരിത്രകാരൻ എന്ന ഹെറോഡോട്ടസിനെ കുറിച്ച് പറയുമ്പോൾ അത് ഒരു പരിധിവരെ ശരിയാവുന്നു. അതുകൊണ്ടാണ് ആ കാലത്ത് തന്നെ ചരിത്രത്തെ താരതമ്യേന കൃത്യതയോടുകൂടി അടയാളപ്പെടുത്താൻ ആരെല്ലാം എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം കണ്ടെത്തി, എന്തെല്ലാം സംഭവങ്ങളുണ്ടായി എന്നൊക്കെ രേഖപ്പെടുത്താനുള്ള ഒരു ശ്രമം
നൽകിയിട്ടുള്ള ഹെറോഡോട്ടസ് നൽകുന്ന തെളിവുകളും അത്തരം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പിന്നീട് ദാർശനിക കൃതികളിൽ പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, അതൊക്കെ പിൽക്കാലത്ത് 100 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും അതിലൊക്കെ കടന്നു വരുന്ന ദർശനങ്ങളും പിന്നീട് വളരെ നൂറ്റാണ്ടുകൾ തന്നെ കഴിഞ്ഞ് ബെർട്രൻഡ് റസ്സൽ ഉൾപ്പെടെയുള്ള ആധുനിക ചിന്തകർ ഇതിനെയൊക്കെ അവലംബിച്ച് നമുക്ക് ഹെഗലായാലും അതുപോലെ തന്നെ റസ്സലായാലും ഒക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള തത്വചിന്തയുടെ ചരിത്രം അതുകൂടി നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ കൃതികളിലൂടെയൊക്കെ നമ്മൾ കടന്നു വരുമ്പോൾ കാണുന്ന ഒരു പ്രത്യേകത, അവിടെ ഈ അനക്സിമാൻഡർ എന്ന് പറയുന്ന ദാർശനികൻ വെള്ളം എന്നുള്ളത് ആദി കാരണമായി സ്വീകരിക്കുന്നില്ല. അതിന് പകരം അദ്ദേഹം അനക്സിമാൻഡറും യഥാർത്ഥത്തിൽ ഭൗതികവാദപരമായിട്ടുള്ള ഒരു തത്വചിന്താപരമായ അന്വേഷണം മുന്നോട്ട് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് തെയിൽസ്, അനക്സിമാൻഡർ, അനക്സിമീൻസ് ഈ 3 പേരെയും അയോണിക് ഫിലോസഫേഴ്സ് എന്ന് പറയുന്ന ഈ 3 ദാർശനികരെയും ഒരേ ഗണത്തിൽപ്പെടുത്തുന്നത്. കാരണം ഒരേ പ്രദേശത്തു നിന്നുണ്ടായത് കൊണ്ടാണ് ഇവർ അയോണിയ എന്ന് പറയുന്ന ഗ്രീസിലെ ഒരു നിശ്ചിത പ്രദേശത്തു നിന്ന് ഉയർന്നു വന്നവരാണ് എന്നുള്ളതിന് പുറമെ ഇവർ 3 പേരും പദാർത്ഥപരമായിട്ടുള്ള അല്ലെങ്കിൽ ദ്രവ്യപരമായിട്ടുള്ള ഒരു വിശദീകരണം, വ്യാഖ്യാനം പ്രപഞ്ചശാസ്ത്രത്തിന് നൽകാനും അതിലൂടെ ഒരു ദാർശനികമായിട്ടുള്ള ചുവടുവെപ്പ് പഴയ അന്ധവിശ്വാസങ്ങളിൽ നിന്നും പഴയ ഗോഡ് സെൻറ്റേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒളിമ്പ്യൻ ഗോഡുകളെ മാത്രം അവലംബിച്ച് ഗ്രീക്കുകാർ പൊതുവേ വിശ്വസിച്ചിരുന്ന വിശ്വാസ പ്രമാണങ്ങളെ ഉല്ലംഘിക്കുന്ന രീതിയിലേക്കുള്ള പുതിയ ഒരു അപ്രോച്ച്, പുതിയൊരു പേഴ്സ്പെക്റ്റീവ്, പുതിയൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തെയിൽസ് വെള്ളം എന്ന് പറയുന്നത് പോലെ തന്നെ അനക്സിമാൻഡർ യഥാർത്ഥത്തിൽ ഒരു പ്രത്യേക പദാർത്ഥം, അതിന് അദ്ദേഹം ഗ്രീക്കിലുള്ള ഒരു വാക്ക് ആണ് ഉപയോഗിക്കുന്നത്. അത് അപ്പേറോൺ എന്നാണ്. അപ്പേറോൺ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം പരിധിയില്ലാത്തത്, ഒരു പരിധിയില്ലാത്ത, ബൗണ്ട്ലെസ് ആയിട്ടുള്ള, അതായത് നിശ്ചിതമായിട്ടുള്ള ഒരു അളവ് അല്ലെങ്കിൽ നിശ്ചിതമായ ഒരു തൂക്കം, നിശ്ചിതമായ ഒരു വലുപ്പം ഉള്ളത് അല്ല, അത് അനിശ്ചിതമാണ്. അത് നമുക്ക് കൃത്യമായി ഇങ്ങനെ ഇന്നേ സ്ഥലത്ത് വെച്ച് വ്യവച്ഛേദിക്കാൻ പറ്റില്ല, വേർതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ബൗണ്ട്ലെസ് ആയിട്ടുള്ള, അളവില്ലാത്ത, അതിരില്ലാത്ത ഒരു പ്രത്യേക പദാർത്ഥം എന്ന രീതിയിലാണ് ഈ പ്രൈമൽ ബോഡി അല്ലെങ്കിൽ പ്രാകൃതമായിട്ടുള്ള ഈ പദാർത്ഥത്തെ അനക്സിമാൻഡർ സങ്കല്പിക്കുന്നത്. അപ്പോൾ അനക്സിമാൻഡറുടെ ഈ ബൗണ്ട്ലെസ് ആയിട്ടുള്ള ഈ പദാർത്ഥം എന്നുള്ളത് യഥാർത്ഥത്തിൽ പിന്നെ തെയിൽസിൻ്റെ വെള്ളം എന്നുള്ളതിനെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം വെള്ളത്തിൽ നിന്നാണ് ഇതിൻ്റെയൊക്കെ ആവിർഭാവം, അല്ലെങ്കിൽ വെള്ളം തന്നെയാണ് സർവത്ര ആദിയിൽ ഉണ്ടായിരുന്നത് എന്ന് കരുതുന്നതിന് പകരം മറ്റ് ഒരു പ്രത്യേക പദാർത്ഥമാണ് അതിനെ കൃത്യമായി, ഇപ്പം നമുക്കിപ്പം സാധാരണ നമ്മൾ പറയല്ലോ വെള്ളത്തെ ഇതിൻ്റെ രൂപം എന്നുള്ളത് വെള്ളം ഏത് പാത്രത്തിലാണോ ആ പാത്രത്തിൻ്റെ രൂപമാണ്. ഗ്ലാസ്സിലാണെങ്കിൽ ഗ്ലാസിൻ്റെ രൂപം, കുപ്പിയിലാണെങ്കിൽ കുപ്പിയുടെ രൂപം, ഇനി കലത്തിലാണെങ്കിൽ കലത്തിൻ്റെ രൂപം എന്ന് പറയുന്നത് പോലെ നമ്മൾ ഈ പറയുന്ന പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തിന് അടിസ്ഥാനമായിട്ടുള്ള പദാർത്ഥമായിട്ടുള്ള അപ്പേറോൺ എന്നുള്ളത് നമുക്കങ്ങനെ കൃത്യമായി അതിൻ്റെ ഗുണത്തെ അല്ലെങ്കിൽ അതിൻ്റെ അളവിനെ ഒക്കെ തിട്ടപ്പെടുത്താൻ കഴിയില്ല. അത് ആ രീതിയിലുള്ള ഒരു പ്രത്യേക പദാർത്ഥമാണ്. അങ്ങനെയുള്ള ഒരു പദാർത്ഥത്തിൽ നിന്നാണ് മൊത്തത്തിൽ എല്ലാം എന്ന് പറയാൻ, അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് റിയാലിറ്റി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ആ രീതിയിലുള്ള പരമമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമായി നിന്നതുള്ളത് ഈ പറയുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പദാർത്ഥമായിരുന്നു, ഒരു മാറ്ററായിരുന്നു, ഒരു ദ്രവ്യമായിരുന്നു. ആ ദ്രവ്യത്തിൻ്റെ സ്വഭാവം എന്നുള്ളത് അതിന് കൃത്യമായ അതിരുകളോ കൃത്യമായ സ്വഭാവങ്ങളോ കൃത്യമായിട്ടുള്ള മറ്റ് ഫീച്ചേഴ്സുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പദാർത്ഥപരമായ സങ്കല്പത്തിലേക്കാണ് അനക്സിമാൻഡർ പോയതെങ്കിൽ
പിന്നീട് അദ്ദേഹത്തിന് ശേഷം വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണെന്നും ചില കൃതികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിൽ അതിനേക്കാളുപരി അദ്ദേഹത്തിൻ്റെ അനക്സിമാൻഡറുടെ പിന്തുടർച്ചക്കാരനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആരാധകനായിട്ടുള്ള ഒരു ആയിട്ടും അനക്സിമീൻസിനെ മറ്റ് പലരും വിശദീകരിക്കുന്നു. അപ്പം ഈ അനക്സിമീൻസും യഥാർത്ഥത്തിൽ ഇതിൻ്റെ തുടർച്ചയിൽ തന്നെ ആവിർഭാവത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. കാരണം തെയിൽസ് തുടങ്ങി വെച്ച ഈ ചിന്തയുടെ അടിസ്ഥാനത്തിൽ എന്തായിരിക്കും, അപ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണ് ഇത് വായു ആയിരിക്കും എന്നുള്ളത്. അപ്പം വായു എന്നുള്ളത് യഥാർത്ഥത്തിൽ അദ്ദേഹം കാണുന്നത് അതിന് വികസിക്കാനും സങ്കോചിക്കാനും ഒക്കെ ശേഷിയുള്ളൊരു പദാർത്ഥമാണ്. അതിന് അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് റെയറിഫിക്കേഷന് വിധേയമാക്കാവുന്ന ഒരു പദാർത്ഥം. അങ്ങനെ റെയറിഫിക്കേഷന് വിധേയമാക്കാൻ കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം അത് സ്വയം പരിണമിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ട് വികസിക്കുകയും സങ്കോചിക്കുകയും മാറ്റങ്ങൾക്ക് വിധേയമാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു വായു എന്ന രീതിയിലാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു ദ്രവ്യപരമായിട്ടുള്ള ഘടന ലോകത്തിനുണ്ട് എന്ന് സങ്കല്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ വിശദീകരിക്കാൻ ശ്രമിക്കുകയും പ്രകൃതിശാസ്ത്രമായിട്ടുള്ള ഇവരൊക്കെ തന്നെ ഇവർ 3 പേരും ഒരു വലിയ പരിധിവരെ സഞ്ചാരത്തെക്കുറിച്ചുള്ള യാത്രയെക്കുറിച്ചുള്ള പല അനുമാനങ്ങളും നടത്തിയവരാണ്. തെയിൽസ് ഈജിപ്തിൽ പോയിട്ടുണ്ട് എന്നാണ് പല കൃതികളിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഇവരൊക്കെ സഞ്ചരിക്കുന്നു എന്നുള്ളതും ഒരു ഘടകമാണ്. കാരണം നമ്മളിപ്പോൾ മുമ്പ് കാലത്തൊക്കെ പുഴ കടക്കാൻ പോലും പാടില്ല എന്നുള്ള രീതിയിലുള്ള അന്ധവിശ്വാസമൊക്കെ ജാതി വ്യവസ്ഥയുടെ ഒക്കെ ഭാഗമായി നിലനിന്നൊരു കാലത്ത് അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്, കുളത്തിൽ തവളകളായി പോകും മനുഷ്യരെന്ന്. മറിച്ച് സഞ്ചരിക്കുമ്പോൾ ഈജിപ്തിലേക്ക് പോകുമ്പോൾ അന്ന് തന്നെ അവിടെ പിരമിഡുകളൊക്കെ ഉള്ളത് കാരണം ഇത് ഗണിതവുമായി ബന്ധപ്പെട്ട് ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും പഠിക്കാനിടയായി എന്നും വളരെ പ്രധാനപ്പെട്ട W.T. സ്റ്റാസിനെ പോലെയൊക്കെയുള്ള എഴുത്തുകാർ രേഖപ്പെടുത്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പൊതുവേ ഭൗതികപരമായി ചലനാത്മകമായി ദ്രവ്യ കേന്ദ്രിതമായി ചിന്തിക്കുകയും വായുവിനെ കേന്ദ്രീകരിച്ച് അതുപോലെ തന്നെ വെള്ളത്തെ കേന്ദ്രീകരിച്ച് ഒക്കെ ചിന്ത വികസിപ്പിക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കോ സൂര്യനിലേക്കോ ഒക്കെയുള്ള ദൂരത്തെക്കുറിച്ചുള്ള ഇന്നത്തെ പോലെ ശാസ്ത്രീയമായിട്ടുള്ള കൃത്യമായ തെളിവുകളൊന്നും ഇല്ലെങ്കിലും നമ്മളെങ്ങനെയാണ് യാത്ര ചെയ്യുമ്പോൾ സ്ഥലങ്ങൾ മനസ്സിലാക്കേണ്ടത്, വേർതിരിച്ച് കാണേണ്ടത്, ദൂരങ്ങൾ പിന്തുടരുമ്പോൾ ഏത് രീതി അവലംബിക്കണം, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ ഉൾച്ചേർത്ത് കൊണ്ടാണ് അവരുടെ രചനകൾ ഉണ്ടായിരുന്നത് എന്നുള്ളത് ഇവരുടെ ചിന്തകളെ അവലംബിച്ച് പിൽക്കാലത്ത് എഴുതപ്പെട്ട കൃതികളിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഇന്ന് ഈ അയോണിക ദാർശനികരുടെ ചിന്തകൾ വിച്ഛേദപരമായ ഒരു വഴി ഗ്രീക്ക് ചിന്തയിലും ലോക ദാർശനിക മണ്ഡലത്തിലും ഉണ്ടാക്കിയെന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അത് പദാർത്ഥ കേന്ദ്രിതമായ ഒരു അന്വേഷണത്തെ കേന്ദ്രീകരിച്ച് രൂപപ്പെട്ടതാണ്. അതിൻ്റെ പരിമിതികൾ എന്നുള്ളത് ആ കാലത്തിൻ്റെ കൂടി പരിമിതിയാണ് എന്നുകൂടി തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയുന്നത്. ഗ്രീക്ക് ചിന്തയിലെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ദാർശനികരെക്കുറിച്ചുള്ള സോക്രട്ടീസിന് മുമ്പ് തന്നെ ഉള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള ചിന്തകരെ അധികരിച്ചാണ് മാർക്സൊക്കെ ഗവേഷണം തന്നെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ചിന്തകളിൽ കൂടിയൊക്കെ കടന്നു പോകേണ്ടതുണ്ട്. തീർച്ചയായും അത് അടുത്ത അവതരണത്തിലേക്ക് അത്തരം കാര്യങ്ങളിലേക്ക് വരാമെന്ന പ്രതീക്ഷയോടുകൂടി ഇതിവിടെ അവസാനിപ്പിക്കാം.